ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇറ്റ്സ് മീ സഞ്ജന. അപ്പം ഞാനിന്ന് വന്നിരിക്കുന്നത് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു രസത്തിൻ്റെ റെസിപ്പി ആയിട്ടാണ്. അതിനായിട്ട് ഞാൻ ഇവിടെ എടുത്തിരിക്കുന്നത് 1 ടീസ്പൂണോളം ജീരകം, 1 ടീസ്പൂണോളം മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, പിന്നെ ഒരു വലിയ ചെറിയ കഷ്ണം ഇഞ്ചി, 3-4 വെളുത്തുള്ളി, ഒരു പിടി നമ്മുടെ കുരുമുളക്. ഇതെല്ലാം കൂടി നമുക്കൊന്ന് മിക്സിയുടെ ജാറിൽ ക്രഷ് ചെയ്തെടുക്കണം. ഇനി ഇവിടെ എടുത്തിരിക്കുന്നത് ഒരു വലിയ തക്കാളി അരിഞ്ഞത്, കുറച്ച് പിഴുപുളി പിഴിഞ്ഞത്. ഇനി നമുക്കൊരു പാൻ അടുപ്പിൽ വെച്ച് ചൂടാക്കുമ്പോഴത്തേക്കും വെളിച്ചെണ്ണ ഒഴിച്ച് കടുക് പൊട്ടിക്കാം. ഇനി നമ്മൾ നേരത്തെ മിക്സിയിൽ തയ്യാറാക്കി വെച്ചിരിക്കുന്ന ഇഞ്ചിയും വെളുത്തുള്ളിയും കുരുമുളകും പൊടികളും ജീരകവും എല്ലാം കൂടി ചേർത്ത് ക്രഷ് ചെയ്തത് ഈ വെളിച്ചെണ്ണയിൽ ഒന്ന് വഴറ്റിയെടുക്കണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറിക്കിട്ടണം. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ഇതിൻ്റെ അകത്തോട്ട് ചേർത്ത് കൊടുക്കാം. തക്കാളി ഞാനിവിടെ വലിയ പീസസ് ആയിട്ടാണ് അരിഞ്ഞിട്ടേക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറിയ പീസസ് ആയിട്ട് അരിഞ്ഞിടാം. എന്തായാലും തക്കാളി നമ്മൾ നല്ല രീതിയിൽ വഴറ്റി പച്ചമണം മാറിയാൽ മാത്രം പോരാ, നല്ല പേസ്റ്റ് പരുവത്തിൽ ആക്കിയെടുക്കണം. നമുക്കതുകൊണ്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. തക്കാളിയൊക്കെ ഇപ്പോൾ പകുതി ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട്. കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്നുകൂടി നമുക്ക് ഇളക്കി യോജിപ്പിച്ച് ഇതുപോലെ ഒന്ന് ഉടച്ചെടുക്കണം. ഇത്രയും മതിയായിരിക്കും. ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ നേരത്തെ പിഴിഞ്ഞു വെച്ചിരിക്കുന്ന പുളിവെള്ളമാണ്. നമ്മുടെ തക്കാളിക്ക് നല്ല പുളിയുള്ളതാണെങ്കിൽ പുളിവെള്ളം കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയായിരിക്കും. ഇവിടെ ഞാൻ കുറച്ച് മാത്രമേ പുളിവെള്ളം ഒഴിച്ചു കൊടുക്കുന്നുള്ളൂ. ഇനി ആ പുളിയുടെ വെള്ളവും തക്കാളിയും എല്ലാം കൂടി ചേർത്ത് നമുക്കൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം ഇതൊരു കുഴമ്പ് പരുവത്തിലായിട്ടുണ്ട്. കുറച്ച് ഉപ്പും കൂടി ചേർത്ത് ആ വെള്ളമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് വലിഞ്ഞു വരുന്നിടം വരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ആ വെള്ളമൊക്കെ പുളിവെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി ഒരു പേസ്റ്റ് രൂപത്തിലാകുമ്പോഴത്തേക്കും നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1 കപ്പ് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ആദ്യം നമ്മുടെ രസത്തിൻ്റെ കൺസിസ്റ്റൻസി അറിയാലോ, ഒരു ലൂസ് കൺസിസ്റ്റൻസിയിൽ നമുക്കിതൊന്ന് ഇളക്കിയെടുക്കണം. വീണ്ടും 1 കപ്പ് വെള്ളവും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇത്രയും മതിയായിരിക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ പാകമാണോ എന്നൊന്ന് നോക്കാം. ഒരു 2-3 തണ്ട് കറിവേപ്പിലയും കൂടി നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മുടെ രസം ഒന്ന് തിളച്ച് വരണം. രസം നമുക്ക് ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പറ്റില്ല. ഓവറായിട്ട് നമ്മൾ രസം തിളപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഫ്ലേവറൊക്കെ നഷ്ടപ്പെടും. ഞാനിവിടെ മാക്സിമം ചെറിയ തീയിലിട്ട് കുറച്ച് തിള വരുന്നിടം വരെ ഒന്ന് വെയിറ്റ് ചെയ്യുന്നുണ്ട്. നമ്മുടെ രസമൊക്കെ ഇപ്പം തിളച്ച് എണ്ണയൊക്കെ തെളിഞ്ഞു വരുന്നു. ഈ സമയത്ത് നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ.